ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വചനം കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കുവാനും ചർച്ചകളിൽ നടക്കുന്ന അധ്യായ അടിസ്ഥാനത്തിലുള്ള ബൈബിൾ ക്വിസുകൾക്ക് ഉപകാരമാകുന്ന തരത്തിലുള്ള ഒരു ദൈവവചന പഠനമാണിത്. ഇത് ബൈബിളിന്റെ ആധികാരികമായ പഠനമല്ല, സിമ്പിളായി ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡിലൂടെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനുള്ള ഒരു രീതിയാണിത്. ഓരോ അധ്യായവും വായിച്ച് അതിൽ നിന്ന് വരുവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനും ആൻസറുകളും കണ്ടെത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തെക്കുറിച്ച് പഠിക്കാം. ആദ്യം നമുക്ക് 1-ാം അധ്യായം ഒന്ന് വായിക്കാം. ആദ്യം മുതൽ ഉള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും ആയ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. ഇനി നമുക്ക് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറുകളും കണ്ടെത്താം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യോഹന്നാൻ അറിയിക്കുന്ന ജീവന്റെ വചനത്തിന്റെ പ്രത്യേകത എന്ത്? ആൻസർ, അത് ആദ്യം മുതൽ ഉള്ളതും അവർ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും അവർ നോക്കിയതും അവരുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം ആയിരുന്നു. യോഹന്നാൻ അറിയിക്കുന്ന ജീവന്റെ വചനത്തിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അത് ആദ്യം മുതൽ ഉള്ളതാണ്, അവർ കേട്ടതാണ്, അവരുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, അവർ നോക്കിയതാണ്, അവരുടെ കൈ തൊട്ടതുമായിട്ടുള്ള ജീവന്റെ വചനമായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, എങ്ങനെയുള്ള നിത്യജീവനെയാണ് യോഹന്നാൻ അറിയിക്കുന്നത്? ജീവൻ പ്രത്യക്ഷമായി അവർ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടിയിരുന്ന് അവർക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ അറിയിക്കുന്നത്. പിതാവിനോട് കൂടിയിരുന്ന് അവർക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ കുറിച്ചാണ് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അറിയിക്കുന്നത്. 3, എന്തിനു വേണ്ടിയാണ് അവർ കണ്ടതും കേട്ടുമുള്ളതും നമ്മോട് അറിയിക്കുന്നത്? ആൻസർ, നമ്മോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനാണ് അവർ കണ്ടതും കേട്ടുമുള്ളത് നമ്മോട് അറിയിക്കുന്നത്. 4, നമ്മുടെ കൂട്ടായ്മ ആരോടൊക്കെയാണ് ആകുന്നത്? പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും കൂടെയാണ് നമ്മുടെ കൂട്ടായ്മ ഉള്ളത്. 5, എന്ത് പൂർണ്ണമാകുവാനാണ് ഈ ലേഖനം എഴുതുന്നത്? നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനായിട്ടാണ് യോഹന്നാൻ ഈ ലേഖനം എഴുതുന്നത്. 6, ദൈവത്തിൽ ഒട്ടും ഇല്ലാത്തത് എന്താണ്? ഇരുട്ടാണ് ദൈവത്തിൽ ഒട്ടും ഇല്ലാത്തത്. 7, അവർ ദൈവത്തിൽ നിന്ന് കേട്ട് നമ്മോട് അറിയിക്കുന്ന ദൂത് എന്താണ്? ആൻസർ, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല എന്നുള്ളതാണ് അവർ ദൈവത്തിൽ നിന്ന് കേട്ട് നമ്മോട് അറിയിക്കുന്ന ദൂത്. 8, നമ്മൾ എപ്പോഴാണ് ഭോഷ്ക് പറയുന്നതും സത്യം പ്രവർത്തിക്കുന്നതും ഇല്ല എന്ന് യോഹന്നാൻ പറയുന്നത്? ആൻസർ, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഭോഷ്ക് പറയുകയും സത്യം നമ്മിൽ പ്രവർത്തിക്കാത്തതും ചെയ്യുന്നത്. 9, എപ്പോഴാണ് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉള്ളത്? ആൻസർ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ നടക്കുമ്പോഴാണ് നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉള്ളത്. 10,
നമ്മെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നത് എന്താണ്? ആൻസർ: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തമാണ് നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. 11. നമ്മെ തന്നെ നാം വഞ്ചിക്കുന്നതും സത്യം നമ്മിൽ ഇല്ലാതെയാകുന്നതും എപ്പോൾ? ആൻസർ: നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിലാണ് നമ്മെ തന്നെ വഞ്ചിക്കുന്നതും സത്യം നമ്മിൽ ഇല്ലാതെ ആകുന്നതും. 12. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നത് എപ്പോഴാണ്? ആൻസർ: നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ. ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും നമ്മുടെ എല്ലാ അനീതിയും പോക്കിയിട്ട് നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആവുകയും ചെയ്യുന്നു. 13. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ എന്തു സംഭവിക്കും? ആൻസർ: നാം ദൈവത്തെ അസത്യവാദിയാക്കുകയും അവന്റെ വചനം നമ്മിൽ ഇല്ലാതാകുകയും ചെയ്യും. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തെ അസത്യവാദിയാക്കുകയാണ്. അതുപോലെ അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് 1-ാം അധ്യായത്തിനുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളും.